കഴിഞ്ഞ ജൂൺ 12-ന് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. AI-171 ബോയിങ് 787-8 ഡ്രീം ലൈനർ എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് ദൂരം മാത്രം പോയിട്ട് അവിടെ തന്നെ ഇടിച്ച് ഇറങ്ങി. ഇത് അട്ടിമറിയാണ് എന്ന് അന്നത്തെ എൻ്റെ സംശയം ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അത് എൻ്റെ ജിഹാദി സുഹൃത്തുക്കളെ വല്ലാതെ പ്രകോപിപ്പിക്കുകയുണ്ടായി. കാരണം അട്ടിമറി ആവാനാണ് സാധ്യതയെന്നും അതിന് പിന്നിൽ പാകിസ്ഥാനോ തുർക്കിയോ ആയിരിക്കുമെന്നും ഒക്കെയായിരുന്നു എൻ്റെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഈ പാകിസ്ഥാനും തുർക്കിയുമൊക്കെ കേരളത്തിലെ ജിഹാദികൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നത്. ഇറാൻ അനുകൂലമായിട്ട് ഒരു പ്രകടനം പോലും കേരളത്തിലുണ്ടായില്ല. പക്ഷേ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങളുണ്ടായി. എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാര്യം? പാലസ്തീൻ മുസ്ലിങ്ങളാണ്, ഇറാനും മുസ്ലിങ്ങളാണ്. പക്ഷേ ഇറാൻ ഷിയ മുസ്ലിമാണ്. കേരളത്തിൽ ഷിയ മുസ്ലിങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ആരെങ്കിലും ഒന്നോ ഒറ്റയോ ഉണ്ടെങ്കിലും ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലും മൊത്തം ഭാരതത്തിലും ഇറാൻ അനുകൂലമായ വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അതേസമയം ഇതൊരു സുന്നി രാജ്യത്തിനെതിരെയായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കടക്കപ്പുറതി ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് ഇസ്ലാമിക പൊളിറ്റിക്സ്. അപ്പോൾ പാകിസ്ഥാൻ ഒരു സുന്നി രാജ്യമാണ്. അവരെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സുന്നികൾ നമ്മളെ വെച്ച് വാഴിക്കില്ല, വഴി നടക്കാൻ സമ്മതിക്കില്ല. സുന്നികളെല്ലാവരും ഇല്ല കേട്ടോ, നല്ല രാജ്യസ്നേഹമുള്ളവരും അക്കൂട്ടത്തിലുമുണ്ട്. പക്ഷേ ഈ ജിഹാദിസ്റ്റുകൾ, റാഡിക്കൽ ഇസ്ലാം, പലപ്പോഴും നേതൃത്വം അവരുടെ കയ്യിലേക്ക് പോകുന്നു. അതാണ് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഒരു ദുര്യോഗം. ഓസിഫറസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒരുതരം തീവ്രവാദം സംസാരിക്കുകയും അവർ ദേ ക്യാരി ദ ഡേ അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിക്റ്റിമാണ് മറ്റുള്ളവരെല്ലാം. മറ്റ് മതക്കാരോ മറ്റ് അഭിപ്രായക്കാരോ ഒക്കെ ഇവരുടെ ആക്രമണത്തിന് വിധേയരാകും. സ്വാഭാവികമായിട്ട് ഞാനും ആ ഒരു വീഡിയോയിൽ പാകിസ്ഥാനെയോ തുർക്കിയോ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട്, തുർക്കി ഒരു പഴയ വലിയ ഇസ്ലാമിക രാജ്യമാണ്. തുർക്കിയിലാണ് ഖലീഫ. ആ ഖലീഫയുടെ കീഴിൽ ഭൂലോകം മുഴുവൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ട് 1921 മാപ്പിള ലഹള നടന്നതും എല്ലാം. അപ്പോൾ തുർക്കിയൊക്കെ ഇവർക്ക് പ്രിയപ്പെട്ട രാജ്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളെ കുറ്റം പറഞ്ഞാൽ ഈ കിളവനെ തട്ടിയിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ എന്നെ ചീത്ത പറഞ്ഞത്. കയ്യിൽ കിട്ടിയില്ല, അതുകൊണ്ട് തല്ല് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇനി കയ്യിൽ കിട്ടിയാൽ തന്നെ ഒന്ന് വൃത്തിയായിട്ട് മെനയായിട്ട് തല്ലാനും മാത്രമുള്ള ആരോഗ്യം എനിക്കില്ലതാനും. ഒറ്റയടിക്ക് തന്നെ ചിലപ്പോൾ കാലപുരിക്ക് പോകും. ഇതൊക്കെ കൊണ്ടാവാം, എന്തു വാങ്ങിക്കോട്ടെ, ശാരീരിക ആക്രമണമൊന്നും ഉണ്ടായില്ല. അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് പരിശോധിച്ചവർക്കും കുറേയധികം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അത് ഞാൻ വലിയ ശാസ്ത്രജ്ഞനായതുകൊണ്ടൊന്നുമല്ല. ഞാനന്ന് എൻ്റെ നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചത് സാമാന്യ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്. ആ സാമാന്യ ബുദ്ധി ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും ഉണ്ടല്ലോ. അവരെന്നെ പോലെ വീഡിയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് അവർക്ക് പബ്ലിക്കായിട്ട് അവരുടെ അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. എനിക്കെന്തും വിളിച്ചു പറയാം, എനിക്കെന്താ ഉത്തരവാദിത്വം? ഇതാണ് വ്യത്യാസം. അപ്പോൾ അവരുടെ കണ്ടെത്തൽ, അവർ കഴിഞ്ഞ ദിവസം നമ്മളുടെ വ്യോമയാന സഹമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. ഇത് കൂടാതെ അവരുടെ ലാബിൽ നിന്ന് സോഴ്സസ്, ഈ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആൾക്കാർ, പേര് വെളിപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരങ്ങൾ പറയുക, ഇതെല്ലാം പല വെബ്സൈറ്റുകളിലായിട്ട് വന്നു. ഞാനെടുത്തത് ന്യൂസ് 18-ൻ്റെ വെബ്സൈറ്റാണ്. ഇവിടുത്തെ മലയാളം ന്യൂസ് 18 കേട്ടോ. മലയാളം ചാനലുകൾ ദൈവം സഹായിച്ചിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. അവർ ആമദാബ ദുരന്തം അന്നും നെക്സ്റ്റ് ഡേയും കവർ ചെയ്തു, കഴിഞ്ഞു. പിന്നെ അത് വിമാനം 242 പേര് മരിച്ചു, അതിപ്പോൾ വലിയ കാര്യമാണ് എന്നുള്ള മട്ടിൽ നമ്മളിങ്ങനെ നമ്മുടെ ഇവിടുത്തെ
കൊച്ചു കൊച്ചു വിവാദങ്ങളും സംഗതികളും ഭാരത് മാത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആഘോഷിക്കുകയാണ്. പിന്നെ അല്പസ്വല്പം രാഷ്ട്രീയം, നിലമ്പൂർ തിരഞ്ഞെടുപ്പ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. പിന്നെ സാധാരണ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ ഇതെല്ലാം കവർ ചെയ്ത് പോകുന്നു. ഇതുപോലത്തെ കാര്യങ്ങളിലൊന്നും മലയാളം മീഡിയ തലയിടാറില്ല, പത്രങ്ങളും തലയിടുകയില്ല, ചാനലുകളും തലയിടുകയില്ല. സ്വസ്ഥമായിട്ട് നമ്മുടേതായ ഒരു കുഞ്ഞു ലോകത്ത് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഇരിക്കട്ടെ, ഏതായാലും ഇവർ പുറത്തുവിട്ട കാര്യങ്ങൾ ബേസ്ഡ് ഓൺ ദെയർ ഒബ്സർവേഷൻസ് ആൻഡ് ഫൈൻഡിങ്സ്, പ്രാഥമികമായിട്ട് ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, അത് മുഴുവൻ ഡീകോഡ് ചെയ്ത് അനലൈസ് ചെയ്തായിട്ടില്ല. പക്ഷേ പ്രാഥമിക വിവരങ്ങളുടെ പുറത്ത് അവർ ചെയ്തിരിക്കുന്നത് വേരിയസ് പോസിബിൾ സബോട്ടേജ് ആംഗിൾസ് ആർ ബീയിങ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ഏജൻസീസ്. വേരിയസ് പോസിബിൾ സബോട്ടേജ് ആംഗിൾസ്, അട്ടിമറിയിലേക്ക് നയിച്ചേക്കാവുന്ന കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നു. ആ വീക്ഷണകോണിലും അവർ നോക്കുന്നു. ഹിയർ ആർ ദ പോസിബിൾ റീസൺസ്. അവർ പറയുന്ന പോസിബിൾ റീസൺസ്, ഇത് ശരിയാണ് എന്നല്ല, ഇതൊക്കെ ഓരോ പോസിബിലിറ്റിയാണെന്നാണ് അവർ പറയുന്നത്. ഒന്ന്, ടാമ്പേർഡ് ഫ്യുവൽ ചെയിൻ, അതായത് വിമാനത്തിൽ നിറച്ച ഇന്ധനം, അതിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിരിക്കാനുള്ള സാധ്യത. ഫ്യുവൽ ചെയിൻ എന്നാണ് പറയുന്നത്, കാരണം ഈ ഫ്യുവൽ ശേഖരിച്ചത് എവിടെ നിന്നാണ്, കൊണ്ടുവന്ന ടാങ്കർ ഏതാണ്, എയർപോർട്ടിൽ കൊണ്ടുവന്ന് നിറച്ച ടാങ്കറോ അല്ലെങ്കിൽ ഭൂഗർഭ അറയോ അത് ഏതായിരുന്നു, അവിടെ ആരൊക്കെ ഷിഫ്റ്റിലുണ്ടായിരുന്നു, അവരിൽ ആരെങ്കിലും കുഴപ്പം കാണിച്ച് കാണാൻ സാധ്യതയുണ്ടോ, അവിടുത്തെ CCTVയിൽ എന്തൊക്കെ കാണുന്നു, ഇതുപോലെയുള്ള ഏർപ്പാട്. ഈ ഫ്യൂവൽ കണ്ടാമിനേഷൻ കെമിക്കലിയും ചെയ്യാം. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നമ്മുടെ ടൈം ബോംബ് വികസിച്ചിരുന്നില്ല അന്ന്. അപ്പോൾ കെമിക്കൽ ടൈം ബോംബ് ഉണ്ടാക്കിയിരുന്നു ജർമ്മൻകാർ. അവർ ചെയ്തുകൊണ്ടിരുന്നത് ശത്രുവിൻ്റെ കപ്പലിൽ നുഴഞ്ഞു കയറിയിട്ട് ഒരു കെമിക്കൽ, അതിൻ്റെ ഭരണി ആ കപ്പലിനുള്ളിൽ നിക്ഷേപിക്കും. അതവിടെ ഒരു മൂലയ്ക്ക് വെച്ചിട്ട് ഇയാൾ ഇറങ്ങിപ്പോവും. ഇവന്മാർ കപ്പലുമൊക്കെ ആയിട്ട് കടലിലേക്ക് ഇറങ്ങി യുദ്ധം പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ഭരണിയിലെ ലായനി പൊട്ടിത്തെറിക്കും, കെമിക്കൽ ലായനി. അത് അവിടെ കപ്പലിന് വലിയൊരു തുള വീഴും. വലിയ തുളയൊന്നും വീഴട്ടല്ലോ, ഒരു 2 അടി വീതിയിൽ ഈ ഭരണി ഇരിക്കുന്നിടത്ത് ഒരു ചെറിയ സ്ഫോടനം, അവിടുത്തെ പലകയോ പ്ലേറ്റോ ഷീറ്റോ പൊട്ടിച്ചുകൊണ്ട് ഈ സാധനം പുറത്തേക്ക് ചാടും. തുടങ്ങി ആ കപ്പലിൻ്റെ ദുര്യോഗം. ഇതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല, കാരണം പൊട്ടിത്തെറിച്ച് പോയില്ലേ. അപ്പോൾ അങ്ങനെ താമസിയാതെ കപ്പൽ മുങ്ങും. ഇതായിരുന്നു അന്നത്തെ ടെക്നോളജി. ടൈം ബോംബ് ഉണ്ടായിരുന്നില്ല എന്ന് സാരം. ടൈം ബോംബ് കണ്ടുപിടിക്കുന്നത് അതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ ഫ്യൂവലിൽ കണ്ടാമിനേഷൻ നടത്തുക, ഫ്യൂവലിൽ എന്തെങ്കിലും ഒരു വസ്തു കലർത്തിയിട്ട് അതൊരു 10-15 മണിക്കൂർ കഴിയുമ്പോൾ ഫ്യൂവലല്ലാതെയാകുന്ന ഒരു കെമിക്കൽ പ്രക്രിയ എന്ന് സങ്കല്പിക്കുക. ഇതിനെ നിങ്ങൾ ഗൂഢാലോചന കോംപ്ലക്സ് എന്നൊക്കെ പറയും. ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ പോസിബിലിറ്റി. ഇതവർ ചെക്ക് ചെയ്യുന്നു. വേറെ എന്തെങ്കിലും ദ്രാവകം, ഫ്യൂവലിന് പകരം വേറെ എന്തെങ്കിലും ദ്രാവകമാക്കി മാറ്റിയിട്ട് ടേക്ക് ഓഫ് ചെയ്ത് ഒരു 10-30 സെക്കൻഡ് ആക്ച്വൽ ഫ്യൂവൽ തന്നെ പോകും. അത് കഴിഞ്ഞ് പിന്നാലെ വരുന്നത് വേറൊരു ദ്രാവകമായിരിക്കും. ആ ദ്രാവകം കത്തുന്നതല്ല, എൻജിൻ നിന്ന് പോകും. ഏതായാലും ഡ്യുവൽ എൻജിൻ ഫെയില്യുവറാണ് എന്ന് 99% അവർ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം പൈലറ്റിൻ്റെ മെയ്ഡേ സന്ദേശത്തിൽ പറഞ്ഞത് മെയ്ഡേ ത്രസ്റ്റ് നോട്ട് ഡെവലപ്പിംഗ് എന്നാണ്. കൃത്യം വാക്ക് ഇതായിരിക്കില്ല ഈ അർത്ഥത്തിൽ. അപ്പോൾ ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നാണ് പൈലറ്റ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ത്രസ്റ്റ് കിട്ടാതിരിക്കണമെങ്കിൽ 2 എൻജിനും ഫെയിലായിരിക്കണം. ത്രസ്റ്റാണല്ലോ ഒരു വിമാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ ചിറകിൻ്റെ ഫ്ലാപ്പിൻ്റെ ആംഗിൾ, ഇതിൽ നിന്നാണ് ലിഫ്റ്റ് ഉണ്ടാകുന്നത്. പൊങ്ങുന്നത് ആ ലിഫ്റ്റ് കൊണ്ടാണ്, മുന്നോട്ട് പോകുന്നത് ത്രസ്റ്റ് കൊണ്ട്. അപ്പോൾ ത്രസ്റ്റും ലിഫ്റ്റും ഒരു വിമാനത്തിന് ആവശ്യമാണ്.
അത് പറന്ന് പൊങ്ങാൻ നേരത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പം മാക്സിമം ആയിരിക്കണം ത്രസ്റ്റും. ലിഫ്റ്റ് മാക്സിമം ആയിക്കോളും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ആ വിങ് ആംഗിൾ കൊണ്ട്, ഫ്ലാപ്പിൻ്റെ ആംഗിൾ കൊണ്ട് വായു നമ്മളെ പൊക്കി ആകാശത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതാണ് ലിഫ്റ്റ്. അപ്പോൾ ത്രസ്റ്റും ഇല്ല ലിഫ്റ്റും ഇല്ലാതെയാണ് ഈ വിമാനം താഴെ വീണത്. അപ്പോൾ ഇതേ രീതിയിൽ വിമാനത്തിൻ്റെ വീഴുന്നതിൻ്റെ വീഡിയോ കിട്ടിയല്ലോ. ആ വീഡിയോ അനലൈസ് ചെയ്തിട്ട് ഇതേ വിമാനം ബോയിങ് 787 ഡ്രീം ലൈനർ 2 പൈലറ്റുമാർ ഇതേ സ്പീഡ്, ഇതേ ഹൈറ്റ്, ഇതേ ഫ്ലാപ്പ് ആംഗിൾ വെച്ച് എയറിൽ ടേക്ക് ഓഫ് ചെയ്തു. യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ അവർ ഈ നിഗമനത്തിലെത്തി, ഈ വിമാനത്തിൽ എൻജിൻ നിന്നുപോയി എന്നുള്ളതല്ലാതെ വേറെ ഒരു കുഴപ്പവുമില്ല, ഫ്ലാപ്പുകളുടെ തകരാറല്ല. കാരണം തകർന്ന വിമാനത്തിൻ്റെ ഫ്ലാപ്പ് ഏത് ആംഗിളിലായിരുന്നോ അതേ ആംഗിളിൽ ഫ്ലാപ്പ് വെച്ചാണ് ഇവർ ടേക്ക് ഓഫ് ചെയ്തത്. നത്തിങ് ഹാപ്പൻഡ്. So it is obvious or 99% sure that the dual engine failure of the flight caused this disaster. ഈ 2 എഞ്ചിനുകൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് നിന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ കണ്ടാമിനേറ്റഡ് ഫ്യൂല് കയറി കാണണം. അത് ഒരു സാധ്യത. പക്ഷികൾ കയറിയിട്ട് ഇതുപോലെ എഞ്ചിൻ നിന്ന് പോകാം. പക്ഷേ ഇപ്പോഴത്തെ ഈ ബോയിങ് 787 ഒക്കെ എഞ്ചിനിൽ വെറുതെ ഒരു കാക്കയോ പരുന്തോ ഒക്കെ കയറിക്കഴിഞ്ഞാൽ ചുമ്മാ അടിച്ച് പൊടിയാക്കിയിട്ട് എഞ്ചിൻ അങ്ങ് തെറിപ്പിക്കും. ഒരു പുക പോലെ നമുക്ക് കാണാം. അങ്ങനെ പുകയൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ ചെറിയ കാക്കയോ പരുന്തോ ഒക്കെ കയറിക്കഴിഞ്ഞാലൊന്നും വിമാനത്തിനൊരു ചുക്കും സംഭവിക്കില്ല. വലിയ വലിപ്പമുള്ള പക്ഷി, അങ്ങനത്തെ 2 പക്ഷി ഒരേ സമയം 2 എഞ്ചിനിൽ കയറിയിട്ട് അത് ജാമാക്കുക എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതിൽ നിന്ന് പുകയും പൊടിയും എല്ലാം വരികയും ചെയ്യും. ഇതങ്ങനെയൊന്നും വന്നിട്ടുമില്ല. ആ വീഡിയോയിൽ അങ്ങനെ കാണുന്നുമില്ല. വീഡിയോ വളരെ വിശദമായിട്ട് അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ എഞ്ചിൻ നിന്ന് പോകാനുള്ള കാരണം 1 ഈ കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ, 2 മെയിൻ്റനൻസ് ഇഷ്യൂ. ഇതിപ്പോൾ ഈ വാർത്തയൊന്നും TV ചാനലിലും പത്രത്തിലും വരാത്തതുകൊണ്ട് വാർത്താ വായനക്കാരനെ പോലെ എഴുതി വായിക്കേണ്ട ഗതികേടാണ് എനിക്ക്. കാരണം ഞാൻ കാണാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിലോ. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഡ്രീം ലൈനർ സിസ്റ്റം റിക്വയർ എക്സ്റ്റെൻസീവ് മെയിൻ്റനൻസ്. ഒരുപാട് മെയിൻ്റനൻസ് വേണ്ട എയർക്രാഫ്റ്റാണിത്. ദേ ഹാവ് ഓൾസോ റേസ്ഡ് കൺസേൺ അബൌട്ട് പോസിബിൾ ഇൻസൈഡർ സബോട്ടേജ്. മെയിൻ്റനൻസിൻ്റെ സമയത്ത് ആരെങ്കിലും അട്ടിമറി നടത്തിയതാണോ എന്ന് പരിശോധിക്കണം. The probe agencies have aroused concern about various aspects, including overlooked faults or unauthorized component changes. അതായത് ഒരു തകരാറ് കാണുന്നു, അതങ്ങ് കണ്ണടച്ച് വിടുന്നു മെയിൻ്റനൻസിൻ്റെ സമയത്ത്. ഇത് മുടിഞ്ഞു പോട്ടെ എന്ന് വിചാരിക്കുന്നവൻ അങ്ങ് പോക്കോട്ടറ, വരുന്നിടത്ത് വെച്ച് എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്ന് പറഞ്ഞു. അതായത് യാദൃശ്ചികമായിട്ട് കയ്യിൽ കിട്ടിയ ഒരു പ്രശ്നം അത് അവഗണിക്കുക മനഃപൂർവ്വം. നമ്പർ 2 അൺഓതറൈസ്ഡ് കമ്പോണൻറ്റ് ചേഞ്ചസ്. ഈ ഓതറൈസ്ഡ് കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ ബോയിങ്ങിൻ്റെ തന്നെ കമ്പോണൻറ്റ് ഉപയോഗിക്കണം. അതിന് പകരം ഡൽഹി മാർക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ അഹമ്മദാബാദ് മാർക്കറ്റിൽ പോയിട്ട് വേറൊരു സാധനം, സംഗതി ഒരു നട്ടോ ബോൾട്ടോ ഒക്കെ ആയിരിക്കും, ഇത് കൊണ്ടുവന്നിട്ട് അതിന് പകരം ഇതങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വിടുക. ഇത് ഫിറ്റ് ചെയ്താൽ ഒരു 15-20 സെക്കൻഡിനുള്ളിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചോളൂ എന്ന് ഇവനറിയാം. ആ ബോൾട്ട് പോയാൽ മതി, പിന്നെ അതിന് താഴത്തേക്കുള്ള എല്ലാം കൂടെ മുടിഞ്ഞു പോക്കോളും. ഇങ്ങനെ അൺഓതറൈസ്ഡ് കമ്പോണൻറ്റ് ചേഞ്ചസ്. മെയിൻ്റനൻസ് ലോഗ്സ്, ടൂൾ ട്രാക്കിംഗ് ആൻഡ് ടെക്നീഷ്യൻ ബാക്ക്ഗ്രൗണ്ട്സ് ആർ ഓൾസോ ബീയിങ് തറലി ചെക്ക്ഡ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് നടത്തിയവരുടെ ബാക്ക്ഗ്രൗണ്ട് അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് സൈബർ ഓർ ഫിസിക്കൽ മാനിപ്പുലേഷൻ. According to top intelligence sources, there might have been cyber or physical manipulation. അതായത് സോഫ്റ്റ്വെയർ വഴിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു മനുഷ്യൻ ഇരുന്ന് സോഫ്റ്റ്വെയർ മാറ്റി ചെയ്യുന്ന കാര്യം.
The Boeing 787 is vulnerable to malware and software interference. മാൽവെയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സോഫ്റ്റ്വെയറിൽ കള്ളത്തരം കാണിച്ചാൽ അത് മാൽവെയർ എന്ന് അറിയപ്പെടും. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഇൻ്റർഫിയർ ചെയ്താലും ഈ വക കാര്യങ്ങളോട് എൻജിൻ രണ്ടും നിന്നു പോയ എൻജിൻ സാധാരണഗതിയിൽ നമ്മുടെ മെക്കാനിക്കൽ എൻജിൻ അല്ല ഇത്. നമ്മൾ ഈ വെള്ളം പറ്റിക്കുന്ന മെഷീനൊക്കെ ഇല്ലേ, ഒരു വടിയിട്ടോ കയറിട്ടോ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ടപ്പ് 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 എന്ന് പറഞ്ഞിട്ടിങ്ങനെ സ്റ്റാർട്ട്, അങ്ങനത്തെ എൻജിനല്ല. ഇതൊക്കെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡാണ്. ഇതിൻ്റെ ഫ്യൂവൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡാണ്. സ്പീഡ്, ഹീറ്റ്, എക്സോസ്റ്റ്, ഇതൊക്കെ 110 കൺട്രോൾസാണ്. ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സ് വഴി മോണിറ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടാണ്. അത് കഴിഞ്ഞ് നാലാമത്തത് സെക്യൂരിറ്റി ബ്രീച്ച്. Security agencies are also investigating any unauthorized access or compromised personnel at the airport. അപ്പോൾ ഈ എയർപോർട്ടിൽ ആ സമയത്ത് അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും നിൽപ്പുണ്ടായിരുന്നോ, കയറിയിട്ടുണ്ടോ? അപ്പോൾ ഇവിടുത്തെ CCTV പരിശോധിക്കുക, ആ ഷിഫ്റ്റിലുണ്ടായിരുന്ന സകലരെയും വിളിച്ച് ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്പർ 5, കാർഗോ ഡ്രിവൻ മോട്ടീവ്. Intelligence sources suggest that the investigation is also looking into targeted passenger or cargo-driven motives. Manifests are being cross-checked for individuals with political, intelligence or legal sensitivities to determine if the aircraft was a targeted symbolic or strategic goals. എന്ന് പറഞ്ഞാൽ ഇതിൽ കയറ്റിയ ലഗേജ്, ആ ലഗേജിനെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിരുന്നു. ഈ ലഗേജ് അഹമ്മദാബാദിൽ നിന്ന് ഇംഗ്ലണ്ടിൽ എത്തിക്കൂടാ എന്നാർക്കെങ്കിലും വാശിയുണ്ടായിരുന്നോ? അതോ സ്വയം പൊട്ടിത്തെറിക്കുന്ന എക്സ്റേ മറ്റ് മെഷീനുകളെയൊക്കെ തോൽപ്പിച്ച് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ സാമർഥ്യമുള്ള ഒരു പാക്കറ്റ് അതിൻ്റെ ലഗേജിലുണ്ടായിരുന്നു എന്ന് വയ്ക്കുക, അപ്പോഴും അതൊരു പ്രശ്നമാണ്. നമ്പർ 2, ഇപ്പോൾ ഇതിനകത്ത് വിജയ് രൂപാണി, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഫോട്ടോയൊക്കെ എല്ലാവരും കൊടുത്തു. അദ്ദേഹം ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചുപോയി. ഈ വിജയ് രൂപാണി അല്ലാതെ വേറെ ഏതൊക്കെ VIP ഉണ്ടായിരുന്നു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ള VIP? അവരുടെ ഒന്നും പേര് നമുക്കറിയില്ല. ഇപ്പോൾ ബാർക്കിലെ ഒരു ശാസ്ത്രജ്ഞൻ, BARC ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അറിയപ്പെടുന്ന VIP അല്ല, പക്ഷേ അട്ടിമറിക്കാർക്ക് ഒരു ടാർഗറ്റാണ്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞനാവാം, വക്കീലാവാം, ഇൻഡസ്ട്രിയലിസ്റ്റ് ആവാം. ഇൻഡസ്ട്രിയൽ റൈവലറി ഉണ്ടല്ലോ, ഇവൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർത്തിട്ട് മറ്റു കാര്യം. അപ്പോൾ അവൻ്റെ കീ പോയിൻ്റ് ആരാണ്? അവൻ്റെ ഫൈനാൻസ് ഡയറക്ടർ ആരാ? അവനെ അങ്ങ് തീർത്തുകളാം. ഇങ്ങനെയൊക്കെയുള്ള ഇതും ഒരു സാധ്യതയാണല്ലോ, അത് തള്ളിക്കളയാൻ പാടില്ല. ആ വ്യക്തിയെ കൊല്ലാനായിട്ട് കംപ്ലീറ്റ് പ്ലെയിൻ തന്നെ ഇല്ലാതെയാക്കുന്ന ഏർപ്പാട്. പിന്നെ ഇൻഷുറൻസ് കിട്ടാനായിട്ട്, അത് പണ്ട് മുതലേ 1934 മുതൽ പല വിമാനങ്ങൾ ഈ ഇൻഷുറൻസ് കിട്ടാനായിട്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും വിമാനത്തിൽ ഒരു ബോംബ് എത്തിക്കും. എന്നിട്ട് ഇയാളുടെ അച്ഛനോ അമ്മയോ വയസ്സായവർ അവരെ വിമാനത്തിൽ കയറ്റും. അവരുടെ പേരിൽ ഇയാളൊരു 25 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുക്കും. ഈ ബോംബ് വഴിയിൽ വെച്ച് പൊട്ടിത്തെറിക്കും. ഈ കിളവനോ കിളവിയോ തട്ടിപ്പോയി ഏതായാലും മരിക്കാനുള്ളതാണ്. 10-90 വയസ്സായി പിന്നെ പോയപ്പോൾ ഇയാൾക്ക് 25 കോടി കിട്ടും. ഇങ്ങനെയുള്ള കലാപരിപാടികൾ അല്ല. ഇപ്പം ഇത് ആർതർ ഹെയ്ലിയുടെ എയർപോർട്ട് എന്ന് പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, അദ്ദേഹത്തിന് പ്രേരണയായത് ഇതുപോലത്തെ സംഭവങ്ങളാണ്. ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഈ ടൈം ബോംബുമായിട്ട് കയറുക, ടൈം ബോംബ് വയ്ക്കുക, അത് പൊട്ടിത്തെറിക്കുക, ഫ്ലൈറ്റിൽ അവസാനം കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തൻ കാണിച്ച ഈ അത്യാഗ്രഹമാണ് ഇതിൻ്റെ കാരണം എന്ന് വരും. അത് കഴിഞ്ഞ് 6ാമത്തത് എക്സ്റ്റേണൽ ഹാൻഡ്സ്. ഏജൻസീസ് ആർ പ്രോബിംഗ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഫോറിൻ ഹോസ്റ്റൈൽ എൻറ്റിറ്റീസ് ഓർ നോൺ സ്റ്റേറ്റ് പ്രോക്സീസ് കൺസിഡറിങ് ദിസ് ഇൻസിഡൻറ്റ് ആസ് എ പോസിബിൾ ഡെമോൺസ്ട്രേഷൻ ഓർ റിട്ടാലിയേഷൻ സ്റ്റേജ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു തിരിച്ചടി ആരെങ്കിലും, റിട്ടാലിയേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചടിയാണല്ലോ. എന്തിൻ്റെ തിരിച്ചടി? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തിരിച്ചടി. അങ്ങനെ ഈ ഹോസ്റ്റൈൽ എൻറ്റിറ്റീസ്, ഭാരതത്തോട് വിരോധമുള്ളവർ, അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് പ്രോക്സീസ്, ഈ നമ്മളുടെ TTP, TRF
ലഷ്കർ എ തൈബ ഇതുപോലുള്ള കക്ഷികൾ, ഇവരാണ് നോൺ സ്റ്റേറ്റ് പ്രോക്സീസ്. അവർ പാകിസ്ഥാൻ്റെ പ്രോക്സിയാണ്. പ്രോക്സി വാറാണല്ലോ പലപ്പോഴും പാകിസ്ഥാൻ നടത്തുന്നത്. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പോയിട്ട് 9 താവളങ്ങൾ അടിച്ച് തകർത്തത് പ്രോക്സികളുടെയാണ്. അപ്പോൾ അവരുടെ കളിയുണ്ടോ എന്നറിയണം. നമ്പർ 7, ATC interference, air traffic control. They are also analyzing the possibility of airfield and ATC interference. This includes electronic warfare tactics such as GPS spoofing, signal jamming, or compromised ATC instructions. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അത് ജാം ചെയ്യുക, GPS കുഴപ്പത്തിലാക്കുക, അത് സ്പൂഫ് ചെയ്യുക, ദിശ മാറിപ്പോവുക, സിഗ്നൽ ജാമിങ്, ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ 7 കാര്യങ്ങളാണ് ഈ ഡീകോഡിംഗ്, നമ്മുടെ ബ്ലാക്ക് ബോക്സിൻ്റെ ഡീകോഡിംഗ് നടത്തുന്നവർ അന്വേഷിക്കുന്ന അട്ടിമറി സാധ്യതകൾ. ഈ വിമാനം അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ടാണ് സാമാന്യബുദ്ധിക്ക് ഞാനും ഒന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഇൻ്റർഫറൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് പോസിബിൾ. ഇത് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. എനിത്തിങ്, എനി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് ഈസ് ലൈക്ലി ടു ബി ഇൻ്റർഫിയർഡ്. നിങ്ങളുടെ മൊബൈൽ ഇൻ്റർഫിയർ ചെയ്യാം. സാധാരണ ഇതിൽ ആരും ചെയ്യില്ല. നമ്മുടെയൊക്കെ മൊബൈൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് ആർക്ക് എന്ത് വേണം? ബട്ട് നിങ്ങളൊരു VIP ആണെന്ന് വിചാരിക്കുക. VIP എന്ന് പറഞ്ഞാൽ നമ്മൾ Z കാറ്റഗറി കൊടുക്കുന്ന ആളല്ല VIP. ശത്രുക്കൾ നോക്കുമ്പോൾ നിങ്ങളൊരു കീ പോസ്റ്റിലിരിക്കുന്നു. ഒരു ആണവശാസ്ത്രജ്ഞനാണ്, ഒരു പോലീസുകാരനാണ്, ഒരു വക്കീലാണ്, ഒരു കമ്പനിയുടെ ഫൈനാൻസ് ഡയറക്ടറാണ്. ഇതൊക്കെ അവരുടെ ലിസ്റ്റിൽ VIPകളാണ്. അവരുടെ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുമോ? ഇതില്ല എന്ന് പറയുന്നത്, വാട്സാപ്പ് end to end എൻക്രിപ്റ്റഡ് ആണ്. മണ്ണാങ്കട്ടെ, ഇത് എൻക്രിപ്റ്റ് ചെയ്ത് തരാം വാട്സാപ്പുകാരനല്ലേ, അവന് തന്നെ ഇത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഉണ്ടാക്കിയ പൂട്ട് എനിക്ക് തുറക്കാൻ പറ്റുമല്ലോ, മറ്റുള്ളവർക്ക് തുറക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഏത് മേക്കായാലും ഐഫോൺ മോസ്റ്റ് സേഫാണ്. ഒന്നുമല്ല, സേഫാണ്. എനിക്ക് നിങ്ങളുടെ ഐഫോൺ തുറന്നു നോക്കാൻ പറ്റില്ല. പക്ഷേ ഒറിജിനൽ ഐഫോൺ ഉണ്ടല്ലോ, മാനുഫാക്ചറർ, അയാൾക്കൊരു ബാക്ക് എൻട്രി ഉണ്ട് ഇതിൽ. ഇത് 2016 അമേരിക്കയിൽ ഐഫോൺ തന്നെ സമ്മതിച്ചതാണ്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും CIA കൂട്ടി ഒരു അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ഐഫോണിന് കീഴടങ്ങേണ്ടി വന്നു. ഐഫോൺ പറഞ്ഞു, യെസ്, എനിക്ക് പുറകെ കൂടെ എൻട്രി ഉണ്ട്. ശരി, എൻട്രി ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തതാ എന്ന് പറഞ്ഞു. ദിസ് ഓൾ ഹാപ്പൻ 2016, വർഷം എത്രയായി. പക്ഷേ ഇപ്പോഴും ആൾക്കാർ സേഫാണ്, നമ്പർ ലോക്കാണ്, ഇതൊന്നും രക്ഷയില്ല. ഇതൊക്കെ ശരി, നിങ്ങളുടെ അയൽവക്കത്തുകാരന് നിങ്ങളുടെ മൊബൈൽ കിട്ടിയാൽ തുറക്കാൻ പറ്റില്ല. ബട്ട് അങ്ങനെയല്ല, ഇതിൻ്റെ മാനുഫാക്ചർ ഉണ്ടല്ലോ, ഹുവാവേ, സാംസങ്, ഐഫോൺ, ആപ്പിൾ കമ്പനി, ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മളിത് ചെയ്യാത്തത് നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ടാണ്. ഒരു TG മോഹൻദാസിൻ്റെ മൊബൈൽ കയറി വായി നോക്കാൻ അവർക്കെന്ത് കാര്യം? ഇയാളെ എന്ത് കാര്യത്തിന്? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തൊരു മനുഷ്യൻ, ഇങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാകും. ഇനി അഥവാ ഡാറ്റ ഉണ്ടാക്കാൻ അവർക്ക് നിമിഷങ്ങൾ മതി താൻ. അപ്പോൾ ഒരു വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ കടന്നു കയറാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന്, സോഫ്റ്റ്വെയറിൽ കയറുന്നത് പോസിബിളാണോ? ആണ്. 2, സോഫ്റ്റ്വെയറിലേക്ക് കടന്നു കയറാനുള്ള കേപ്പബിലിറ്റി ആർക്കെങ്കിലും ഉണ്ടോ? ഉള്ളവർ ഉണ്ടാകാം, തുനിഞ്ഞിറങ്ങിയാൽ ഉണ്ടാകും. പിന്നെ അങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സവർക്കുണ്ടോ, ഇൻറ്റൻഷനുണ്ടോ? അതുകൊണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ഇത് വെച്ചിട്ടാണ് ഞാൻ പാകിസ്ഥാനെയും തുർക്കിയെയും അന്ന് ഈ ലിസ്റ്റിൽ പെടുത്തിയത്, സംശയത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തിയത്. അത് തെറ്റുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ കരുതുന്നില്ല. ഏതായാലും കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരട്ടെ. താങ്ക് യു.